ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ നീർവിളാകത്ത് ജില്ലാ പഞ്ചായത്ത് പുതിയതായി ആരംഭിച്ച കാർഷിക സംഭരണ വിപണന കേന്ദ്രം നാടിന് കൈത്താങ്ങെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് കാർഷിക മേഖലയിൽ മികച്ച ഇടപെടലാണ് നടത്തിയത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽക്കാൻ ഇതിലൂടെ കഴിയും. ഓണത്തിനും തുടർന്നും വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കും. നീർവിളാകം പാടശേഖരത്തിനും കൃഷിക്കുമായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ചും ഇതൊരു വലിയ ഇടപെടലാണ്. ഞാൻ ആരോഗ്യ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കർഷകർ ഈ വലിയ വലിയ ഫാമുകളിലെയും കൃഷിയിടങ്ങളിലെയും കീടനാശിനി പ്രയോഗവും ഒന്നും ഇല്ലാതെ പരമാവധി അതെല്ലാം കുറച്ച് വിഷയം ഇല്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ നാടിനെയും ആരോഗ്യത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് 33 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് 2022-23 വാർഷിക പദ്ധതിയിൽ 33 ലക്ഷം അടങ്കലിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കാർഷിക സംഭരണ വിപണന കേന്ദ്രം നിർമ്മിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണം വിപണിയും കേരള ദിനേശ് സഹകരണ സംഘം വക ഓണക്കലവറയും കേന്ദ്രത്തിലുണ്ടാകും. ഓണവിപണി സെപ്റ്റംബർ 4 ഉത്രാട ദിനം വരെ പ്രവർത്തനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അജയകുമാർ, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS അനീഷ് മോൻ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി ടോജി, വൈസ് പ്രസിഡന്റ് അശ്വതി വിനോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ പ്രമോദ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അംഗം S മുരളീകൃഷ്ണൻ, സ്വാഗത സംഘം ചെയർപേഴ്സൺ R വസന്ത് കുമാർ, കുടുംബശ്രീ CDS അംഗം സന്ധ്യ അനിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അജി മുഹമ്മദ്, ലാൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.